ഇന്ത്യ-US വ്യാപാര കരാറിൽ പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ചർച്ചകൾക്കുള്ള US പ്രതിനിധി സംഘം ഇന്ത്യയിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുകയാണ്. 50% തീരുവ ചുമത്തിയതിൽ ട്രംപ് നിലപാട് മയപ്പെടുത്തുന്ന അതിനിടയിലാണ് ഈ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. PR സുനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തീർത്തും ഒരു പ്രതിസന്ധിയിലുള്ള ഒരു നിമിഷം തന്നെയാണ്. നിലവിൽ എന്താണ് സാഹചര്യം? ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഈ മാസം 25 മുതൽ 29 വരെയാണ് അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു യാത്ര റദ്ദാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ അധിക തീരുവ അമേരിക്ക ചുമത്തിയിരുന്നു. ആദ്യം 25% തീരുവ, അത് 50% ട്രംപ് ഉയർത്തിയിരുന്നു. ഇന്നലെ വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഈ തീരുവയിൽ ഇളവ് വരുത്തും എന്നൊക്കെ ട്രംപ് സൂചന നൽകിയെങ്കിൽ പോലും ഇന്ത്യയുമായുള്ള നിലപാടിൽ കടുത്ത ഒരു സമീപനം അമേരിക്ക ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും കൂടുതൽ വിപണി സ്വാതന്ത്ര്യം വേണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. അതേസമയം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയിരുന്നു. കാരണം ഈ മേഖലയിൽ തീരുവ കുറച്ചാൽ അത് ഇന്ത്യയിലെ കാർഷിക മേഖലയെയും ക്ഷീരമേഖലയെയും പ്രതികൂലമായി ബാധിക്കും. അതായത് ഈ വിഷയത്തിൽ വലിയ തർക്കം അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ തുടരുകയാണ്. തീരുവ കുറച്ച് ഇന്ത്യയിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണം, അതാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ അത് അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ തർക്കം തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാകാം ഒരുപക്ഷെ അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്ക് ഇപ്പോൾ വരാനുള്ള തീരുമാനം റദ്ദാക്കിയത്. അതേസമയം ഈ ഒരു മീറ്റിംഗ് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി വൈറ്റ് ഹൗസ് അറിയിക്കുന്നുണ്ട്. അതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് വരേണ്ടതുണ്ട്. ഈ ഒരു യാത്ര റദ്ദാക്കാനുള്ള സാഹചര്യം, നേരത്തെയുള്ള ഒരു സംഘർഷ സാഹചര്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കും അമേരിക്കൻ സംഘം ഇന്ത്യയിൽ എത്തുമ്പോൾ എന്നൊക്കെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി കൂടി വരേണ്ടതുണ്ട്. ഏതായാലും വലിയ തർക്കത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ. ശരി, PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.